Hi all, welcome to my channel. Today we are going to deal with Vital Signs Part 4. In that, general instructions for taking temperature, pulse, respiration. So let's see what are the general instructions for taking. Then what is the importance of this? While taking TPR, some instructions should be followed carefully to maintain client's safety and ensure accuracy in measurement. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പൾസ്, റെസ്പിറേഷൻ, അത്രയും TPR, ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ വി ഹാവ് ടു നോ വാട്ട് ഓൾ ആർ ദ ഇൻസ്ട്രക്ഷൻസ് ഫോർ ടേക്കിംഗ് TPR. അപ്പോൾ നമുക്ക് അറിയേണ്ടതുണ്ട് ജനറലായിട്ട് കൊടുക്കുന്ന നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ എന്തിനാണ് അത് അറിയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റ് സേഫ്റ്റി ഉറപ്പാക്കാനും നമ്മളെടുക്കുന്ന മെഷർമെൻറ്റിൻ്റെ ആക്യുറസി ഉറപ്പാക്കാനും വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് വി ക്യാൻ മൂവ് ഓൺ റിഗാർഡിംഗ് ടെമ്പറേച്ചർ. ലെറ്റ്സ് സീ വാട്ട് ഓൾ ആർ ദ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ ടേക്കിംഗ് ടെമ്പറേച്ചർ. The most appropriate site for measuring temperature is to be assessed. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈറ്റ്സ് ഓഫ് ടേക്കിംഗ് ടെമ്പറേച്ചർ. ഡിഫറെൻറ്റ് സൈറ്റ്സ് ഉണ്ടല്ലേ, ഒരുപാട് സൈറ്റ്സ് ഉണ്ട്. ഓറൽ ഉണ്ട്, റെക്ടൽ ഉണ്ട്, ആക്സിലറി ഉണ്ട്, ടിംപാനിക് മെമ്പറി ഉണ്ട്. അപ്പോൾ ഏത് സൈറ്റാണ് നമ്മൾ ആ ഒരു പേഷ്യൻറ്റിന് കൂടുതലായിട്ട് ഉതകുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ നെക്സ്റ്റ് വൺ, all necessary equipments is to be collected depending on the size to ensure uninterrupted procedure. Like hand should be washed before the procedure. All articles are to be arranged near to the patient bedside. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എക്യുപ്മെൻറ്റ്സ് ഒക്കെ, നെസസറി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ബെഡ് സൈഡിൽ കൊണ്ടുവയ്ക്കാനും അതുപോലെ തന്നെ ഹാൻഡ് വാഷിംഗ് ഒക്കെ ചെയ്തിട്ട് വരാനും മുമ്പേ തന്നെ നമ്മൾ ചെയ്തു വെച്ചിരിക്കണം. കാരണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും പോകുന്ന സമയത്ത് അത് പ്രൊസീജിയറിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ദെൻ ബ്രിങ് ഡൗൺ ദ ലെവൽ ഓഫ് മെർക്കുറി ബിലോ 95 ഡിഗ്രി ഫാരൻഹീറ്റ് ഓർ 35 ഡിഗ്രി സെൽഷ്യസ് ബൈ ഷേക്കിംഗ് ബിഫോർ പ്ലേസിംഗ് ഇറ്റ് അറ്റ് ദ സെലക്റ്റഡ് സൈറ്റ്. അപ്പോൾ മെർക്കുറി തെർമോമീറ്റർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു മെർക്കുറി ലൈൻ കാണാൻ പറ്റും. അപ്പോൾ ആ മെർക്കുറി ലൈനിൽ എപ്പോഴും വെക്കുന്നതിന് മുമ്പേ വി ഹാവ് ടു ബ്രിങ് ഡൗൺ ദ ലെവൽ ഓഫ് മെർക്കുറി ബിലോ 95 ഡിഗ്രി ഫാരൻഹീറ്റ്. 95 ഡിഗ്രി ഫാരൻഹീറ്റിനെക്കാട്ടും എപ്പോഴും ആ മെർക്കുറി താഴ്ന്നിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് മെർക്കുറി തെർമോമീറ്ററിൻ്റെ സ്റ്റെം ഭാഗം പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഷെയ്ക്ക് ചെയ്താൽ മതി. താഴോട്ടേക്ക് ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് മെർക്കുറി ബിലോ 95 ഡിഗ്രി ഫാരൻഹീറ്റിൽ പുറകിൽ പോയിട്ട് നിന്നോളും. ദെൻ അടുത്തൊരു കാര്യം പറയാനുള്ളത്, വൈപ്പ് ദ തെർമോമീറ്റർ ഫ്രം ബൾബ് ടു സ്റ്റെം ബിഫോർ ടേക്കിംഗ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ തെർമോമീറ്റർ ഒരു പേഷ്യൻ്റിൻ്റെ ആക്സിലറിൽ വെക്കാൻ പോകുന്നുണ്ടല്ലേ. അപ്പോൾ തെർമോമീറ്റർ അങ്ങനെ വെക്കാൻ പോകുന്നതിന് മുമ്പേ ആ തെർമോമീറ്റർ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ സ്റ്റെറിലൈസ് ചെയ്യേണ്ടതുണ്ട്, അപ്പോൾ അണുവിമുക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു വൈപ്പ് ദ തെർമോമീറ്റർ സ്പിരിറ്റഡ് കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നനഞ്ഞ കോട്ടൺ വെച്ചിട്ടോ സോപ്പ് ആൻഡ് വാട്ടർ സൊല്യൂഷൻ വെച്ചിട്ടോ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് തെർമോമീറ്റർ വൈപ്പ് ചെയ്യുന്നത് ബൾബ് ടു സ്റ്റെം ആണ്. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ബൾബ് ടു സ്റ്റെം ആണ് നമ്മൾ ടെമ്പറേച്ചർ എടുക്കുന്നതിന് മുമ്പായിട്ട് വൈപ്പ് ചെയ്യേണ്ടത് തെർമോമീറ്റർ. സ്റ്റെം ടു ബൾബ് അല്ല, ബൾബ് ആണ് ആദ്യം തുടയ്ക്കേണ്ടത്. തുടച്ചിട്ട് നേരെ സ്റ്റെമ്മിന് അങ്ങോട്ടേക്ക് പോവാം, പിന്നെ തിരിച്ചു തുടയ്ക്കാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നെവർ ഹോൾഡ് ദ തെർമോമീറ്റർ ബൈ ടച്ചിങ് ദ ബൾബ്. ബൾബ് പിടിച്ചിട്ട് ഒരിക്കലും നമ്മൾ തെർമോമീറ്റർ ഹോൾഡ് ചെയ്യാൻ പാടില്ല. എപ്പോഴും ഹോൾഡ് ചെയ്യുന്ന സമയത്ത് തെർമോമീറ്റർ അതിൻ്റെ സ്റ്റെം പിടിച്ചിട്ട് മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആണ്, ഗിവ് റീസൺ ക്വസ്റ്റ്യൻ ആണ്. സോ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് നെവർ ഹോൾഡ് ദ തെർമോമീറ്റർ ബൈ ടച്ചിങ് ദ ബൾബ്? അപ്പം അതിന് ഉത്തരം എന്താണ്? The heat from nurse's hand can cause expansion of mercury. അപ്പം ഹീറ്റ്, ശരീരത്തിൻ്റെ താപനില ഉണ്ടെങ്കിലാണ് നമ്മളെ മെർക്കുറി എക്സ്പാൻഡ് ആവുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ടെമ്പറേച്ചർ കൂടുന്നതായിട്ടും കാണിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവുന്ന ചെറിയ ചൂട് പോലും ചിലപ്പം മെർക്കുറീൻ്റെ എക്സ്പാൻഷന് കാരണമാക്കുകയും അത് ഫാൾസ് റീഡിങ് തരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് never hold the thermometer by touching the bulb എന്ന് പറയുന്നത്. It is because the heat from nurse's hand can cause expansion of mercury.
This will lead to false reading. അതൊരു തെറ്റായിട്ടുള്ള റീഡിംഗ് തന്നേക്കാം. Then never leave the patient along with തെർമോമീറ്റർ. തെർമോമീറ്ററിന് പേഷ്യൻ്റ് അവിടെ അടുത്ത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പോകരുത്. കാരണം മെർക്കുറിയാണ് അതിനകത്തുള്ളത്, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഗ്ലാസ് തെർമോമീറ്ററാണ്. ഫർദർ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. സോ വി നെവർ ലീവ് ദ പേഷ്യൻ്റ് അലോൺ വിത്ത് തെർമോമീറ്റർ. Then use separate thermometer for clients suffering from infectious disease. ഇപ്പോൾ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഒരു പേഷ്യൻറ്റ് യൂസ് ചെയ്ത തെർമോമീറ്റർ നമ്മൾ മറ്റൊരു പേഷ്യൻറ്റ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. Then place the thermometer inside for sufficient duration to get an accurate reading. ഇപ്പോൾ ആക്സിലയിലാണെങ്കിൽ നമ്മൾ ഒരു 3 മിനിറ്റോളം വെക്കണം. അപ്പോൾ ആ 3 മിനിറ്റ് തന്നെ നമ്മൾ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 മിനിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് റീഡിംഗ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് 3 മിനിറ്റ് തന്നെ വാച്ചിട്ട് ടൈം നോക്കി 3 മിനിറ്റ് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ 1 മിനിറ്റ് നമുക്ക് പൾസ് മെഷർ ചെയ്യാനും കൗണ്ട് ചെയ്യാനും അതുപോലെ തന്നെ 1 മിനിറ്റ് റെസ്പിറേഷൻ കൗണ്ട് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ 1 മിനിറ്റും കൂടി ഉണ്ടാവും. എന്നിട്ടേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇഫ് അതർവൈസ് there will be inaccurate reading. ചിലപ്പോൾ ആക്യുറേറ്റ് റീഡിങ് നമുക്ക് കിട്ടിയില്ല എന്ന് വരും. Then wipe the thermometer from stem to bulb to prevent cross infection. അപ്പം ഞാൻ പറഞ്ഞു വെക്കുന്നതിന് മുമ്പേ വി ഹാവ് ടു വൈപ്പ് ദ തെർമോമീറ്റർ ഫ്രം ബൾബ് ടു സ്റ്റെം. അപ്പോൾ അവിടെ ബസ് എന്ന് ആലോചിച്ചാൽ മതി. ബി ആണ് ആദ്യം വരുന്നത്, ദെൻ അടുത്തത് എസ് ആണ് വരുന്നത്. ആദ്യം ബൾബാണ് വരുന്നത്, പിന്നെ സ്റ്റെം. അങ്ങനെയാണ് വൈപ്പ് ചെയ്യേണ്ടത് തെർമോമീറ്റർ വെക്കുന്നതിന് മുമ്പേ. പക്ഷേ തെർമോമീറ്റർ വെച്ച് നമ്മൾ 3 മിനിറ്റ് റീഡിങ് കിട്ടിയതിന് ശേഷം വി ഹാവ് ടു വൈപ്പ് ദ തെർമോമീറ്റർ ഫ്രം സ്റ്റെം ടു ബൾബ്. സ്റ്റെമ്മെന്ന് ബൾബിലേക്കാണ്, അതായത് ക്രോസ് ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഫൈനലി വി ഹാവ് ടു റീഡ് തെർമോമീറ്റർ അറ്റ് ഐ ലെവൽ. കണ്ണിൻ്റെ നേരെ മുമ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ റീഡ് ചെയ്യുക. തെർമോമീറ്റർ എത്ര ടെമ്പറേച്ചർ ഉണ്ട് നോക്കുക. അതിൽ ആക്സിലയിലാണെങ്കിൽ വി ഹാവ് ടു കൗണ്ട് അല്ലെങ്കിൽ ആഡ് 1 ഡിഗ്രി നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം ആക്സിലയിൽ 1 ഡിഗ്രി നോർമൽ ടെമ്പറേച്ചറിനെക്കാട്ടും കുറവായിരിക്കും അല്ലേ. അപ്പം ആക്സിലറി ടെമ്പറേച്ചറാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 1 ഡിഗ്രി നമ്മൾ ഫാരൻഹീറ്റ് കൂടുതൽ പറയണം. അപ്പോൾ 98 കിട്ടിയിട്ടുണ്ടെങ്കിൽ 98 ഡിഗ്രി ഫാരൻഹീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 99 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും നോർമലായിട്ട് വരുന്നത്. കാരണം 1 ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. റെക്റ്റലിനാണെങ്കിൽ 1 കുറയ്ക്കണം. അപ്പോൾ 99 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് റെക്റ്റലിൽ കിട്ടിയതെങ്കിൽ 1 ഡിഗ്രി ഫാരൻഹീറ്റ് നമ്മൾ കുറയ്ക്കണം. അതായത് 98 ഡിഗ്രി ആയിരിക്കും, അത് നോർമലായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മെർക്കുറി ലെവൽ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു ഭാഗമാണ് മെർക്കുറി ലെവല്. ഇവിടെ ഇങ്ങനെ ഇവിടം വരെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഈ 35 ഡിഗ്രിയിൽ കുറവായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതിന് കുറവാക്കി വിടാൻ വേണ്ടി ശ്രദ്ധിക്കണം. 37 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു, ഫീവർ എന്ന് പറയുന്നു. അപ്പോൾ അത് വൈപ്പ് ചെയ്യുന്ന ചിത്രമാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യം ബൾബ്, ഇതാണ് അതിൻ്റെ ബൾബ് എന്ന് പറയുന്നത്. ഇത് സ്റ്റെം ആണ്, അതായത് ഇതാണ് ബൾബ് എന്ന് പറയുന്നത്, ഇത് സ്റ്റെം ആണ്. അപ്പോൾ ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വൈപ്പ് ചെയ്യേണ്ടത്. ബിഫോർ taking temperature we have to wipe the thermometer from bulb to stem. Afterly we have to wipe downward motion, അതായത് ബൾബ് ലാസ്റ്റ് ആണ് തുടയ്ക്കുക. സ്റ്റെം ടു ബൾബാണ് അത് കഴിഞ്ഞിട്ട് തുടയ്ക്കുന്നത്. ദെൻ പ്രിപ്പറേഷൻ അക്കോർഡിംഗ് ടു സൈറ്റ്. ഓരോ സൈറ്റിനനുസരിച്ചും എങ്ങനെയാണ് പ്രിപ്പറേഷൻ വരുന്നത് നോക്കാം. ഫസ്റ്റ് സൈറ്റ് ഈസ് ആക്സില്ല. Gently wipe the axilla before taking temperature. Keep thermometer between the skin folds and axilla. Gently നമ്മൾ ആക്സില്ല വൈപ്പ് ചെയ്യാം. ടെമ്പറേച്ചർ എടുക്കുന്നതിന് മുമ്പേ ഒരു കോട്ടൺ വെച്ചിട്ട് നമ്മൾ ആക്സില്ല വൈപ്പ് ചെയ്യുക. അതിനുശേഷം തെർമോമീറ്റർ നമ്മൾ ബിലോ 95 ഡിഗ്രി ആക്കി വെക്കണം അതിൻ്റെ റീഡിങ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ ആക്സിലയിലെ സ്കിൻ ഫോൾഡിൻ്റെ അവിടേക്ക് വെച്ച് കൊടുക്കാം. The next one is oral. Oral temperature എന്ന് പറയുന്നത് ensure that the patient has not had any cold or hot drinks or smoked just before taking oral temperature. അപ്പോൾ ഒരു കാര്യം ഉറപ്പ് വരുത്തുക, പേഷ്യൻ്റെ
ഒരു കാരണവശാലും പേഷ്യൻ്റ് ചൂടുള്ളതോ അല്ലെങ്കിൽ തണുത്തതുമായിട്ടുള്ള പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം ഇതൊക്കെ നമ്മൾ ഓറൽ ടെമ്പറേച്ചർ എടുക്കുന്ന സമയത്ത് അതിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്, പ്ലേസ് ദ തെർമോമീറ്റർ ഇൻ കോൺടാക്ട് വിത്ത് ടിഷ്യൂസ് അണ്ടർ ദ ടങ്. ടങ്ങിന് അണ്ടറിലുള്ള ഭാഗത്താണ് ഈ പിക്ചറിൽ കാണുന്ന പോലെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഇൻസ്ട്രക്ട് ദ പേഷ്യൻറ്റ് ഡു നോട്ട് ബൈറ്റ് ദ തെർമോമീറ്റർ. അപ്പോൾ പേഷ്യനോട് പറയാം കടിച്ച് പൊട്ടിക്കരുത്, തെർമോമീറ്റർ കടിച്ച് പൊട്ടിക്കരുത് എന്നുള്ള കാര്യം പറയാം. നെക്സ്റ്റ് വൺ ഇസ് റെക്ടൽ. ഗിവ് ലാറ്ററൽ പൊസിഷൻ കൊടുക്കുക, എന്നിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുക. തെർമോമീറ്ററിൻ്റെ അറ്റത്ത് ലൂബ്രിക്കേഷൻ കൊടുക്കുക. അതിനുശേഷം യൂസ് റൗണ്ട് ബൾ തെർമോമീറ്റർ. ഹിയർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് റെക്ടൽ തെർമോമീറ്റർ ഒരു കുഞ്ഞിൽ വയ്ക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ആൾട്ടറേഷൻസ് ഇൻ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിൽ റേഞ്ച് ഏകദേശം നമുക്ക് 96.8 to 100 ഡിഗ്രി സെൽഷ്യസ് വരെ വരാൻ സാധ്യതയുണ്ട്. ദെൻ ബോഡി ടെമ്പറേച്ചർ മേ ബി അബ്നോർമൽ ഡ്യൂ ടു ഫീവർ ഓർ ഹൈപ്പോതെർമിയ. അപ്പോൾ കൂടി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മൾ പൈറക്സിയ അല്ലെങ്കിൽ ഫീവർ എന്ന് വിളിക്കുന്നു. കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഹൈപ്പോതെർമിയ എന്ന് വിളിക്കുന്നു. പൈറക്സിയ അല്ലെങ്കിൽ ഫീവർ എന്ന് പറയുന്നത് ബോഡി ടെമ്പറേച്ചർ എബോവ് ദ നോർമൽ റേഞ്ചസിനെയാണ്. 38 to 41 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ പൈറക്സിയ അല്ലെങ്കിൽ ഫീവർ എന്ന് വിളിക്കുന്നത്. ഹൈപ്പർ പൈറക്സിയ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പൈറക്സിയ അല്ലെങ്കിൽ ഫീവർ എന്ന് പറയുന്നത് 38 ഡിഗ്രി സെൽഷ്യസ് ടു 41 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറിലുള്ള പനിയാണെങ്കിൽ നമ്മളതിനെ പൈറക്സിയ എന്ന് വിളിക്കാം. അതിൽ കൂടിക്കഴിഞ്ഞാൽ, അതായത് 41 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടും കൂടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഹൈപ്പർ പൈറക്സിയ എന്ന് വിളിക്കാം. ഇനി ഹൈപ്പോപൈറക്സിയ എന്ന് പറയുന്നത്, ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത് ലെസ് ദാൻ 34 ഡിഗ്രി സെൽഷ്യസ്. അതിനെയാണ് നമ്മൾ ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത്. അല്ലെ ബിലോ 35 ഡിഗ്രി സെൽഷ്യസിനെയാണ് നമ്മൾ ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ പൈറക്സിയയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഹൈപ്പർ പൈറക്സിയ എന്ന് പറയുന്നത് വെരി ഹൈ ടെമ്പറേച്ചർ ആണ്. ദാറ്റ് വിൽ ലീഡ് ടു ഡെത്ത്, ചിലപ്പോൾ മരണകാരണമായേക്കാം. ദെൻ കോമൺ ടൈപ്സ് ഓഫ് ഫീവർ എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫീവർ ഉണ്ട്, റെമിറ്റൻറ്റ് ഫീവർ, റിലാപ്സിംഗ് ഫീവർ ആൻഡ് കോൺസ്റ്റൻറ്റ് ഫീവർ. ഇൻ്റർമിറ്റൻറ്റ് ഫീവർ എന്ന് പറയുന്നത് ദ ബോഡി ടെമ്പറേച്ചർ ആൾട്ടർനേറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ബിറ്റ്വീൻ പീരിയഡ്സ് ഓഫ് ഫീവർ ആൻഡ് പീരിയഡ്സ് ഓഫ് നോർമൽ ഓർ സബ് നോർമൽ ടെമ്പറേച്ചർ. ഇൻ്റർമീഡിയറ്റ് ഫീവർ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പനിക്കാം, റെഗുലർ ഇൻ്റർവെൽസിൽ പനി വരുന്നതിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫീവർ എന്ന് പറയുന്നത്. റെമിറ്റൻറ്റ് ഫീവർ എന്ന് പറയുന്നത് എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് മോർ ദാൻ 2 ഡിഗ്രി സെൽഷ്യസ് ഒക്കർ ഓവർ 24 അവേഴ്സ് പീരീഡ്. 24 അവേഴ്സ് പീരീഡിലെടുത്താൽ ഒരു 2 നേരം നമ്മൾ ടെമ്പറേച്ചർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 2 നേരം നമുക്ക് കിട്ടുന്നത് കൂടുതലാണ്, അതായത് നോർമലിനെക്കാട്ടും കൂടുതലാണ്. പക്ഷേ 2 ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 2 ഡിഗ്രിയോളം ഡിഫറൻസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ റെമിറ്റൻറ്റ് ഫീവർ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഫീവർ ഉണ്ടാവും, പക്ഷേ ദർ വിൽ ബി എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ദാറ്റ് മേ ബി മോർ ദാൻ 2 ഡിഗ്രി സെൽഷ്യസ്. 2 ഡിഗ്രി സെൽഷ്യസ് വരെ ചിലപ്പോൾ ഫ്ലക്ച്വേഷൻസ് വരാം. ദാറ്റ് ഈസ് ഓവർ ദ 24 അവേഴ്സ് പീരീഡ്. 24 അവേഴ്സ് പീരീഡിലേക്ക് അത്രയും തന്നെ ഒരു 2 ഡിഗ്രി സെൽഷ്യസിൽ ഡിഫറൻസ് വരുന്നതിനെയാണ് നമ്മൾ റെമിറ്റൻറ്റ് ഫീവർ എന്ന് പറയുന്നത്. ദെൻ റിലാപ്സിംഗ് ഫീവർ ആണ്. റിലാപ്സിംഗ് ഫീവർ എന്ന് പറയുന്നത് ഷോർട്ട് ഫെബ്രൈൽ പീരീഡ് ഓഫ് എ ഫ്യൂ ഡേയ്സ് ആർ ഇന്റർസ്പെക്റ്റഡ് വിത്ത് പീരീഡ്സ് ഓഫ് 1 or 2 days ഓഫ് നോർമൽ ടെമ്പറേച്ചർ. റിലാപ്സിംഗ് ഫീവർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡിലേക്ക് നോർമൽ ആയിരിക്കും, പിന്നെ ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ റിലാപ്സിംഗ് ഫീവർ എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റൻറ്റ് ഫീവർ എന്ന് പറയുന്നത് ദ ബോഡി ടെമ്പറേച്ചർ ഫ്ലക്ച്വേറ്റ്സ് മിനിമലി ബട്ട് ഓൾവേസ് റിമൈൻസ് അബൌവ് ദ നോർമൽ. നോർമലിൽ കൂടുതലായിരിക്കും, പനി തന്നെയായിരിക്കും, പേഷ്യൻ്റ് ടെമ്പറേച്ചർ കൂടുതൽ തന്നെയായിരിക്കും, പക്ഷേ അത് കൂടിയും കുറഞ്ഞും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പേഷ്യൻറ്റിന് ഫീവർ തന്നെയായിരിക്കും. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫീവർ, റെമിറ്റൻറ്റ് ഫീവർ, റിലാപ്സിംഗ് ഫീവർ ആൻഡ് കോൺസ്റ്റൻറ്റ് ഫീവർ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. ഇൻ്റർമീഡിയറ്റ് ഫീവർ എന്ന് പറയുന്നത് ദ ബോഡി ടെമ്പറേച്ചർ ആൾട്ടർനേറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ പീരീഡ്സ് ഓഫ് ഫീവർ ആൻഡ് പീരീഡ്സ് ഓഫ് നോർമൽ ഓർ സബ് നോർമൽ ടെമ്പറേച്ചർ. ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഫീവർ വരുന്നുണ്ട്, അതായത് അവിടെ നോർമലും ആവുന്നുണ്ട് എന്നാൽ ടെമ്പറേച്ചർ കൂടുന്നുമുണ്ട്. റെമിറ്റൻറ്റ് ഫീവർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ 2 സമയങ്ങളിലായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് 2 ഡിഗ്രി സെൽഷ്യസിൻ്റെ പോലും വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റിലാക്സിംഗ് ഫീവർ ആണെങ്കിൽ
ഒരു ഷോർട്ട് ഫെബ്രൈൽ പീരീഡ് ആയിരിക്കും. ഫെബ്രൈൽ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനി ഉള്ള സമയം. ആ ഫെബ്രൈൽ പീരീഡ് ആയിരിക്കും ഒരു ഫ്യൂ ഡേയ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം എന്ന് പറയുന്നത് പനി ഉണ്ടാവില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ റിലാപ്സിങ് ഫീവർ എന്ന് പറയുന്നത്. കോൺസ്റ്റൻറ്റ് ഫീവർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ബോഡി ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അതായത് കൂടിയിട്ടുണ്ടാവും. ഒരു ദിവസം 105 ആണെങ്കിൽ അടുത്ത ദിവസം നോക്കുമ്പോൾ 103 ആയിരിക്കും, പിന്നത്തെ ദിവസം 102 ആയിരിക്കും, പിന്നത്തെ ദിവസം പിന്നെയും 104 ആയിരിക്കും. അങ്ങനെ ഫുൾ ടൈം റിമൈൻസ് എബോവ് നോർമൽ. അപ്പം അതിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ഫീവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെമ്പറേച്ചറിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് റിഗാർഡിംഗ് പൾസ്. Regarding pulse, in that choose the appropriate site for taking pulse. ഇപ്പോൾ പൾസും എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. സൈറ്റ്സ് ഓഫ് പൾസ്, ഡിഫറെൻറ്റ് സൈറ്റ്സ് ഓഫ് പൾസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഏതാണ് അപ്രോപ്രിയേറ്റ് സൈറ്റ് എന്ന് നോക്കിയിട്ട് അത് ചൂസ് ചെയ്യാം. ദെൻ ഡു നോട്ട് അപ്ലൈ ടു മച്ച് ഫോഴ്സ് ഓർ പ്രഷർ ഓവർ ദ ആർട്ടറി വൈൽ ഫീലിംഗ് പൾസ് ബിക്കോസ് പ്രഷർ വിൽ കട്ട് ഓഫ് പൾസേഷൻ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡു നോട്ട് അപ്ലൈ ടു മച്ച് ഫോഴ്സ്. ഒരു കാരണവശാലും നമ്മൾ കൂടുതൽ പ്രഷർ നമ്മൾ പൾസ് എടുക്കുമ്പോൾ കൊടുക്കാൻ പാടില്ല. മേ ബി അത് പൾസേഷൻ കട്ടാവാനുള്ള കാരണമായി തീരുന്നു. ബിഫോർ മെഷറിംഗ് പൾസ് കൺസിഡർ ഫാക്ടേഴ്സ് ദാറ്റ് നോർമലി ഇൻഫ്ലുവൻസ് ദ പൾസ് റേറ്റ്. ദെൻ എൻകറേജ് ദ ക്ലയൻറ്റ് ടു റിലാക്സ് ആൻഡ് നോട്ട് ടു സ്പീക്ക്. പേഷ്യൻ്റ് റിലാക്സ് ആയിട്ടിരിക്കാൻ പറയുക. ഒരു ആങ്സൈറ്റിയോ ഒരു വേറൊരു കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ല. പേഷ്യനോട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കാൻ പറയാം. ബിക്കോസ് അങ്ങനെ ഇരുന്നിട്ട് ആങ്ഷ്യസ് ആണെങ്കിൽ പേഷ്യൻ്റ് പിന്നെയും പൾസ് റേറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സംസാരിക്കാതിരിക്കാനും പറയാം, കാരണം നമുക്ക് കൃത്യമായിട്ട് കേൾക്കാത്തതുകൊണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് കീപ് ദ ഹാൻഡ് വെൽ സപ്പോർട്ടഡ്, പ്രിഫറബിളി റെസ്റ്റിംഗ് ഓൺ ദ ചെസ്റ്റ് ഇഫ് ദ റെസ്പിറേഷൻ ആൻഡ് ആർ ഓൾസോ ടു ബി ചെക്ക്ഡ്. ഇപ്പം നമ്മൾ ഇപ്പോൾ വലത് കൈയിലാണ് നമ്മൾ പൾസ് നോക്കുന്നതെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ നോക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് നമ്മൾ എന്ത് നോക്കുന്നത്, പൾസ് നോക്കുന്നത്. കാരണം ടെമ്പറേച്ചർ നമ്മൾ 3 മിനിറ്റ് വെക്കണം. അപ്പോൾ പേഷ്യൻ്റെ ആക്സിലയിൽ നമ്മൾ സ്കിൻ ഫോൾഡിൻ്റെ ഇടയിൽ വെച്ചു. അത് കഴിഞ്ഞ് പേഷ്യൻ്റെ കൈ മടക്കി ചെസ്റ്റിൻ്റെ അവിടേക്ക് കൊണ്ടുവന്ന് നമ്മൾ വെച്ചു. അതിനുശേഷം പേഷ്യനോട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കാൻ പറയുക. ഒരു 2 മിനിറ്റ്, ഒരു 2-3 സെക്കൻഡ് പേഷ്യന് ആ ഒരു റിലാക്സിങ് പീരീഡ് കൊടുക്കുക. അതിനുശേഷം പയ്യെ നമുക്ക് നമ്മളെ സൈറ്റ് കണ്ടുപിടിച്ച് റേഡിയൽ പൾസ് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പേഷ്യനോട് സംസാരിക്കരുത് എന്ന് പറയാം. പിന്നെ പേഷ്യൻ്റെ ചെസ്റ്റിനോട് അടുപ്പിച്ച് കൈ വയ്ക്കാനും വേണ്ടി ശ്രദ്ധിക്കാം. ബിക്കോസ് അത് കഴിഞ്ഞാൽ നമുക്ക് റെസ്പിറേഷനും കൂടി നോക്കാനുണ്ട്. Then count pulse for 1 minute and if any irregularity present check on both extremities. അപ്പോൾ നമ്മൾ പൾസ് ഇപ്പോൾ നോക്കി, പക്ഷേ 1 മിനിറ്റിൽ നമുക്ക് ഇറഗുലാരിറ്റി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, അടുത്ത ഇപ്പോൾ വലത് കൈയിലാണ് നമ്മൾ നോക്കിയെങ്കിൽ അടുത്തത് നമ്മൾ 1 മിനിറ്റ് ഇടത് കൈയിലും കൂടി നോക്കുക. കാരണം അത് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് യൂസ് ദ ഫിംഗർ ടിപ്സ് ഓൺ ദ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ഫിംഗർ ഫോർ കൗണ്ടിങ് ദ പൾസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റും സെക്കൻഡും തേർഡ് ഫിംഗറിൻ്റെ അറ്റമാണ് നമ്മൾ പൾസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫിംഗർ ടിപ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ ആൻഡ് തേർഡ് ഫിംഗറിൻ്റെ ഫിംഗർ ടിപ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈറ്റ്സ് നിങ്ങൾക്കറിയാം പൾസ്. അപ്പോൾ 3 ഫിംഗേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയൽ പൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. Then next one is regarding respiration. Preferably sitting or lying down position. കൂടുതലായിട്ട് നമ്മൾ റെസ്പിറേഷൻ എടുക്കുന്നത് സിറ്റിങ്ങോ അല്ലെങ്കിൽ കിടക്കുമ്പോഴോ ആണ്. അതൊന്നുകിൽ പേഷ്യൻ്റ് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ പേഷ്യൻ്റ് കിടക്കുമ്പോഴോ ആണ് നമ്മൾ റെസ്പിറേഷൻ എടുക്കുന്നത്. ദെൻ കീപ് ദ ക്ലയൻറ്റ് ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ. പേഷ്യൻ്റ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ പേഷ്യൻ്റ് ആക്റ്റീവ് ആണെങ്കിൽ പേഷ്യൻ്റ് ഒരു 5-10 മിനിറ്റ് നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ദെൻ കൗണ്ട് ദ റെസ്പിറേഷൻ ഓൺലി. റെസ്പിറേഷൻ മാത്രം നമ്മൾ കൗണ്ട് ചെയ്യുക. ആൻഡ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റെസ്പിറേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ നോട്ട് ചെയ്യാം. അപ്പോൾ ഒരു റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു ചെസ്റ്റ് എക്സ്പാൻഷനും ചെസ്റ്റ് കൺട്രാക്ഷനെയാണ് നമ്മൾ 1 എന്ന് കൗണ്ട് ചെയ്യുന്നത്, അല്ലേ? ജസ്റ്റ് എയർ ഇൻഹെയിൽ ചെയ്യുന്നതും എയർ എക്സെയിൽ ചെയ്യുന്നത്, അതായത് ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടുന്നതും കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 റെസ്പിറേഷൻ എന്ന് കൗണ്ട് ചെയ്യുന്നത്.
അപ്പോൾ റെസ്പിറേഷൻ എടുക്കാനുള്ളതും ടെമ്പറേച്ചർ എടുക്കാനുള്ളതും പൾസ് എടുക്കാനുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ദെൻ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ഗൈഡ് ലൈൻസ് ഫോർ മെഷറിംഗ് വൈറ്റൽ സൈൻസ്. അപ്പോൾ ഈ വൈറ്റൽ സൈൻസ് മെഷർ ചെയ്യുന്നതിൻ്റെ കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ദ നഴ്സിംഗ് കെയറിംഗ് for the client is responsible for vital signs measurement. The nurse caring for the client is responsible for vital signs measurement. Then equipment should be functional and appropriate for the size and age of the client. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് നമ്മൾ കൊണ്ടുവന്ന എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ബി പി അപ്പാരറ്റസ് ഒക്കെ ആണെങ്കിൽ തന്നെ പേഷ്യൻറ്റിന് കുഞ്ഞ് പേഷ്യൻറ്റിന് വേറെ ഒന്നാണ്, അതായത് ചിൽഡ്രന് വേറെയാണ്, അഡൽട്ടിന് വേറെയാണ്. ദെൻ എക്യുപ്മെൻറ്റ് ഷുഡ് ബി സെലക്റ്റഡ് ബേസ്ഡ് ഓൺ ദ ക്ലയൻറ്റ്സ് കണ്ടീഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് വേണം നമ്മൾ എക്യുപ്മെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ നേഴ്സ് നോസ് മെഡിക്കൽ ഹിസ്റ്ററി. പേഷ്യൻ്റെ മെഡിക്കൽ കണ്ടീഷൻ നമ്മൾ തറവായിരിക്കണം എടുക്കാൻ, ടെമ്പറേച്ചറും വൈറ്റൽസ് എടുക്കാൻ പോകുന്ന സമയത്ത്. ദെൻ നേഴ്സ് കൺട്രോൾസ് ഓർ മിനിമൈസ് ദ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ദാറ്റ് മേ അഫക്റ്റ് വൈറ്റൽ സൈൻസ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വി ഹാവ് ടു കൺട്രോൾ, ബിക്കോസ് അത് ചിലപ്പം എന്തുണ്ടാക്കാൻ സാധ്യതയുണ്ട്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ചിലപ്പോൾ വൈറ്റൽ സയൻസിന് ഇത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ദ നേഴ്സ് യൂസസ് ആൻ ഓർഗനൈസ്ഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് വൈൽ ടേക്കിംഗ് വൈറ്റൽസ്. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ ആയിരിക്കണം നമ്മൾ വൈറ്റൽ സയൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ നേഴ്സ് യൂസസ് വൈറ്റൽ സയൻസ് മെഷർമെൻറ്റ് ടു ഡിറ്റർമൈൻ ഇൻഡിക്കേഷൻസ് ഓർ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഫോർ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ വൈറ്റൽ സയൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും പേഷ്യൻറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻ നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ദ ഫിസിഷ്യൻ മേ ഓർഡർ സെർട്ടൻ കാർഡിയാക് ഡ്രഗ്സ് ടു ബി ഗിവൺ ഓൺലി വിത്തിൻ എ റേഞ്ച് ഓഫ് പൾസ് ഓർ ബ്ലഡ് പ്രഷർ വാല്യൂസ്. ചില സമയത്ത് കാർഡിയാക് സർജൻസോ അല്ലെങ്കിൽ കാർഡിയോളജി ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട് സെർട്ടൻ ഡ്രഗ്സൊക്കെ അവരുടെ വൈറ്റൽ സയൻസ് നോക്കിയതിന് ശേഷം മാത്രം കൊടുത്താൽ മതി എന്ന് പറയുന്ന ചില ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രഗ്സൊക്കെ ഉണ്ടെങ്കിൽ we have to measure the vital signs to determine indications or contraindications for medication administration. Then antipyretics are often administered where temperature is highly elevated. അപ്പോൾ നമുക്ക് ആൻറ്റിപൈററ്റിക്സ് എന്ന് പറയുന്നത് പൈറക്സിയ എന്ന് പറയുന്നത് ഫീവറാണ്. അപ്പോൾ ആൻറ്റിപൈററ്റിക്സ് എന്ന് പറയുന്നത് ഫീവറിന് കൊടുക്കുന്ന മെഡിസിനെയാണ് നമ്മൾ ആൻറ്റിപൈററ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഡ്രഗ്സ് ഒക്കെ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. The next one is the nurse analyze the results of vital signs measurement to determine the thermoregulation, hemodynamics and oxygenation status of the client. We have to analyze the results of vital signs measurement. ഇപ്പോൾ തെർമോ റെഗുലേഷൻ്റെ കാര്യമാവട്ടെ, ഹീമോഡൈനാമിക്സിൻ്റെ കാര്യമാവട്ടെ, അല്ലെ ഓക്സിജൻ സ്റ്റാറ്റസ് പോലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വൈറ്റൽ സയൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റം പൾസിലും അതുപോലെ തന്നെ റെസ്പിറേറ്ററി റേറ്റിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് ദ നഴ്സ് വെരിഫൈസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ വൈറ്റൽ സയൻസ്. Vital signs are documented and communicated to the nurse assuming care of the client. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പേഷ്യൻ്റെ വൈറ്റൽ സയൻസിലുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ വിളിച്ചറിയിച്ചാൽ അതൊക്കെ ചില സമയത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം. The nurse develops a teaching plan to instruct the client or caregiver in vital signs assessment. ഇത്രയും കാര്യങ്ങളാണ് ഗൈഡ് ലൈൻസ് ഫോർ മെഷറിംഗ് ടെമ്പറേച്ചറിൽ വൈറ്റൽ സയൻസിലുള്ളത്. The next one is when to take vital signs. എപ്പോഴാണ് നമ്മളൊരു പേഷ്യൻ്റ് വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യേണ്ടത്? പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഓൺ ദ ക്ലയൻറ്റ്സ് അഡ്മിഷൻ ടു എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഇൻ എ ഹോസ്പിറ്റൽ ആസ് എ റൊട്ടീൻ ഷെഡ്യൂൾ അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ പോളിസി. ഓരോ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ചിട്ട് ചിലപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഉണ്ടാവും, ചിലപ്പോൾ 2 hourly ഉണ്ടാവും. ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ചും വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യാറുണ്ട്. ദെൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ എ സർജിക്കൽ പ്രൊസീജിയറിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ സർജിക്കൽ പ്രൊസീജിയർ വി ഹാവ് ടു മോണിറ്റർ വൈറ്റൽ സയൻസ്. ദെൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആൻഡ് ഇൻവാസീവ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ. ഇൻവാസീവ് എന്ന് പറയുന്നത് സംതിങ് റിലേറ്റഡ് ടു പെയിൻഫുൾ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ ഈ ഒരു വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യാറുണ്ട്. ദെൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സർട്ടൻ മെഡിക്കേഷൻസ് that affect cardiovascular, respiratory and temperature control functions. ചില മെഡിക്കേഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾട്ടർ ചെയ്യാൻ സാധ്യതയുള്ള മെഡിക്കേഷൻസ് സച്ചാസ് ചില കാർഡിയോവാസ്കുലാർ മെഡിസിൻസ്, ചില റെസ്പിറേറ്ററി മെഡിസിൻസ്, ചില ടെമ്പറേച്ചർ കൺട്രോൾ ഫങ്ഷൻസ് ഒക്കെ ഉള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സച്ച് കൈൻഡ് ഓഫ് ഡ്രഗ്സ് വി ഹാവ് ടു മെഷർ വൈറ്റൽ സയൻസ്. ദെൻ വെൻ ദ പേഷ്യൻസ് കണ്ടീഷൻ ചേഞ്ച്, പെട്ടെന്ന് പേഷ്യൻ്റ് ഒരു അൺകോൺഷ്യസ് ആയി പെട്ടെന്ന് തലയിറങ്ങി വീഴും, ചിലപ്പോൾ പെട്ടെന്ന് സിവിയർ പെയിൻ പറഞ്ഞു, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ദെൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ്. ചില നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് ഒക്കെ നമ്മൾ ചെയ്തു. എക്സാമ്പിൾ, ആംബുലേറ്റിംഗ് എ പേഷ്യൻസ് ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ബെഡ് റെസ്റ്റ്. ബെഡ് റെസ്റ്റിന് ശേഷം നമ്മൾ പേഷ്യൻറ്റിനെ ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് തിരിച്ച് കിടത്തി, അല്ലെങ്കിൽ സ്ട്രക്ചറിന്ന് ഇവിടേക്ക് എടുത്ത് കിടത്തി. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യാറുണ്ട്. ദെൻ വെൻ the clients report non-specific symptoms of physical distress. ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രെസ് ഒക്കെ പേഷ്യൻ്റ് ഫീൽ ചെയ്യുകയാണെങ്കിൽ, എന്തോ വയ്യായികയൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ സമയത്തും വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗൈഡ് ലൈൻസ് ഫോർ മെഷറിംഗ് വൈറ്റൽ സൈൻസിൽ പറഞ്ഞത്. അത് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ ടേക്കിംഗ് ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു, പൾസിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു, റെസ്പിറേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു, പിന്നെ എപ്പോഴൊക്കെയാണ് നമ്മൾ വൈറ്റൽ സൈൻസ് മെഷർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു, ടോട്ടൽ വൈറ്റൽ സൈൻസ് മെഷർ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് പ്രൊസീജിയറാണ്, എങ്ങനെയാണ് വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതുവരെ താങ്ക് യു സോ മച്ച്.